സർവകലാശാല ബിരുദദാന ചടങ്ങ് 2025 നടത്തുന്ന വാർത്താ സമ്മേളനമാണിത്. ഇതിൽ പങ്കെടുക്കുന്നത് കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എ സക്കീർ ഹുസൈൻ, കേരള കാർഷിക സർവകലാശാല ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഡോക്ടർ സി കെ യാമിനി വർമ്മ, സർവകലാശാല ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ബിലിപി ബോണി, രജിസ്ട്രാർ ഡോക്ടർ എ സക്കീർ ഹുസൈൻ, ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഡോക്ടർ സി കെ യാമിനി വർമ്മ, മേഡം, ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ബിനു പി ബോണി, പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ സുലജ ഓവാർ. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയുന്നതിനായി സർവകലാശാല രജിസ്ട്രാർ സക്കീർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും നല്ല തിരക്കിലാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞങ്ങൾക്ക് വളരെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് കോൺവക്കേഷൻ 2025 ഈ വരുന്ന ഏപ്രിൽ 7-ാം തീയതി, നാളെ 5, 6, 7 വരുന്ന 7-ാം തീയതി ചൊവ്വാഴ്ച 11 മണിക്ക് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ തൃശ്ശൂർ ഹയാത്ത് റീജൻസിയിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. ബാക്കി വിവരങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1100-ലധികം കുട്ടികളുടെ ഗ്രാജുവേറ്റ്സിന്റെ ബിരുദദാന ചടങ്ങാണ് ബഹുമാനപ്പെട്ട ഗവർണർ നിർവഹിക്കുന്നത്. കൃഷി അനുബന്ധ മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി, ഫോറസ്ട്രി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ബേസിക് സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നീ 4 ഫാക്കൽറ്റികളിലെ ഡിപ്ലോമ, UG, PG, PhD ബിരുദങ്ങളാണ് അവ. അതിന്റെ കോൺവക്കേഷനാണ് ബഹുമാനപ്പെട്ട ഗവർണർ നടത്തുന്നത്. 1100-ലധികം, കൃത്യമായി പറഞ്ഞാൽ 1108 കുട്ടികളുടെ ബിരുദദാന ചടങ്ങാണ് നടക്കുന്നത്. എല്ലാവരുടെയും സഹകരണവും വാർത്താ കവറേജും നൽകണമെന്ന്, ഇലക്ഷനിടയിൽ നിന്ന് കവറേജ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അല്പം കുറവാണെങ്കിലും പരമാവധി കവറേജ് കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി അവസാനിക്കും.